ഹബീബായ നബി തങ്ങളുടെ ഈ അധ്യാപനം കേട്ടപ്പോ സ്വഹാബത്തെ കിറാം ചിലർ ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറാറുണ്ട്, ഒട്ടകക്കട്ടിലിലേക്ക് കാലെടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ കയറുന്ന സമയത്ത് അവരുടെ കാലിൽ നിന്ന് ചിലപ്പോൾ ഒരു ചാൻ താഴ്ത്തിയിട്ടാൽ തന്നെയും വെളിവാകാറുണ്ട് എന്ന് ലോകത്തിന്റെ നായകനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞതെന്തെന്നറിയുമോ? ഫദിറാ ഫദിറാ, എന്നാൽ ഒരു ചാൻ താഴ്ത്തിയിട്ടാൽ പോരാ, ഒരു മുഴം താഴ്ത്തിയിടണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ അങ്ങോട്ട് കണ്ടോട്ടെ എന്നല്ല പ്രവാചകൻ പറഞ്ഞത്. ഒരു മുഴം, ഒരു ചാൻ താഴ്ത്തിയിട്ടിട്ട് ഒട്ടകക്കട്ടിലേക്ക് കയറുന്ന പെണ്ണിന്റെ കാലിൽ നിന്ന് അല്പമെങ്ങാനും അന്യരായ പരപുരുഷന്മാരെ കാണാൻ സാധ്യതയുണ്ടെങ്കിൽ ഫദിറാ ഫദിറാ, ഒരു മുഴം വസ്ത്രം താഴ്ത്തിയിടട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നാൽ പോലും ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി പോലും അന്യരായ വ്യക്തിത്വങ്ങൾ കാണാൻ പാടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കേണ്ട വിഷയമാണ്. അവരുടെ നെഞ്ചിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ, അവരുടെ തലയിലിട്ടിരിക്കുന്ന മുഖമക്കന അവരുടെ നെഞ്ചത്തേക്ക് മാറിടത്തേക്ക് താഴ്ത്തിയിടട്ടെ. അവരുടെ മാറും മറ്റുള്ളതൊന്നും മറ്റുള്ളവർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മാറിന്റെ മുകളിലേക്ക് ഇങ്ങനെ താഴ്ത്തിയിട്ടുകൊള്ളട്ടെ എന്ന് പരിശുദ്ധ ഇസ്ലാം. ഇത് പരിശുദ്ധ ഖുർആനിന്റെ വാക്യമാണ്. വൽയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ ഓരോ അവയവങ്ങൾ എടുത്ത് ചർച്ച ചെയ്ത് നോക്കൂ നിങ്ങൾ. എല്ലാ അവയവങ്ങളെ കുറിച്ചും സ്ത്രീകൾക്ക് വ്യക്തമായ നിലയിൽ കാഴ്ചപ്പാട് കൊടുത്തിരിക്കുകയാണ്. ഏത് നിലയ്ക്കും ശരീരത്തിൻ്റെതായ മുഴുവൻ അവയവങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കണം അന്യപുരുഷന്മാരിൽ നിന്ന് പരിശുദ്ധ. എന്തിനാ ഇത്രത്തോളം വലിയ കർശനമായ നിബന്ധനകൾ വെക്കുന്നത്? എന്തിനാണ് ഇത്രത്തോളം കർശനമായ നിബന്ധനകൾ വെക്കുന്നത്? ഉമ്മമാരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഖുംതു അലാ ബാബി ജഹന്നം, ഖുംതു അലാ ബാബി ജഹന്നം ഫറഅയ്തു മൻ ആമത മൻ ദഖലഹൻ നിസാ. കത്തിയാളുന്ന നരകത്തെ എനിക്ക് കാണിച്ചു തന്നു ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല. ആ കത്തിയാളുന്ന നരകത്തിൽ ഞാൻ ഏറ്റവും കണ്ടത് സ്ത്രീ വർഗത്തെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. എന്താണ് കാരണം? സ്ത്രീകൾക്ക് എന്ത് പറ്റി? എന്താണ് സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ കാണാനുള്ള കാരണം? പാതിരാത്രി സമയത്ത് സർവരും ഉറങ്ങുന്ന വേളയിൽ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം അല്ലാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനും പുറത്തു കൊടുക്കണം അല്ലാ, ഗൾഫിൽ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉപജീവന മാർഗത്തിന് വേണ്ടി നൊമ്പരപ്പെടുന്ന എനിക്കും എന്റെ മക്കൾക്കും അന്നത്തിന് വേണ്ടി പോയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, സർവർക്കും നീ പുറത്തു കൊടുക്കണം അല്ലാ എന്ന് പാതിരാത്രി സമയത്ത് എല്ലാവരും ഉറങ്ങിക്കളയുന്ന വേളയിൽ നിർനിദ്രരായിരുന്നു കൊണ്ട് ഉറക്കമൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, എത്രയെത്ര സഹോദരിമാരുണ്ട്. ഇബാദത്തുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര മംഗമാരുണ്ട്, വിക്റുകളിലായി കഴിഞ്ഞുകൂടുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്, സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിച്ചുകൊണ്ട് കഴിയുന്ന ഉമ്മമാരുണ്ട്, സ്വലാത്തുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, വിക്റുകൾ അധികരിപ്പിക്കുന്ന എത്ര ഉമ്മമാരുണ്ട്, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ച എത്രയെത്ര ഉമ്മമാരുണ്ട്. ആ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ സൗഭാഗ്യം കിട്ടാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ എനിക്ക് അവിടെ എത്താനുള്ള സൗഭാഗ്യം ആ പ്രവാചകന്റെ സ്വലാത്ത് കൊണ്ട് സാധ്യമാക്കണമേ എന്ന് കണ്ണീര് പൊഴിച്ചുകൊണ്ട് എല്ലാ വഖ്തുകൾക്കും ശേഷം ദുആ ചെയ്തുകൊണ്ട് വർദ്ധിക്കുന്ന എത്രയെത്ര ഉമ്മമാരുണ്ട്.
പിന്നെന്തേ സ്ത്രീകളെ കൂടുതലായി കത്തിയാളുന്ന നരകത്തിൽ ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നായകനെ കൂടുതലായി കാണിക്കാനുള്ള കാരണം ഇമാമിങ്ങൾ വിവരിക്കുന്നു. അവരുടെ വസ്ത്രധാരണ രീതി മോശമായത് കൊണ്ടാണ്. വസ്ത്രധാരണ രീതി വികലമായതുകൊണ്ടാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വസ്ത്രം നന്നാക്കുവാനും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിൻഫാനി മിൻ ഉമ്മതി ലം അറഹുമാ വഹുമാ ഫിന്നാർ. രണ്ട് കൂട്ടരായ ജനങ്ങൾ, രണ്ട് കൂട്ടർ അവർ തീർച്ചയായും കത്തിയാളുന്ന നരകത്തിലാണ്. അവരെ ഞാൻ ദർശിച്ചിട്ടില്ല, അവരെ ഞാൻ കണ്ടിട്ടില്ല, അഥവാ അവർ എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി പ്രവാചകൻ വിവരിക്കുന്നു ആ രണ്ട് കൂട്ടരെ. ഒന്നാമതായിട്ട് അൽ ഊലാ ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖർ യദ്രിബൂന الناس ബിഹാ. പശുവിൻ വാല് പോലെയുള്ള ചെറിയ ഒരു ചാട്ടവാറുണ്ട് അവരുടെ കയ്യിൽ. അങ്ങനത്തെ ഒരു സമൂഹം ഇനി വരാറുണ്ട്. അവർ പാവപ്പെട്ടതായ ജനങ്ങളെ അകാരണമായി യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദിക്കുമെന്ന് പരിശുദ്ധ റസൂൽ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനം പുലർന്നു. എന്റെ പ്രിയമുള്ള സഹോദരേ, അമേരിക്കൻ പട്ടാളക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. പാവപ്പെട്ടതായ ജനങ്ങൾ ഇറാഖിലെയും അഫ്ഗാനിലെയും പാവപ്പെട്ടതായ ജനസമൂഹങ്ങളെ മോശമായ രീതിയിൽ നായ്ക്കുട്ടികളെ കൊണ്ടുവന്ന് കടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും തങ്ങളുടെ ചാട്ടവാറുകൾ കടിമപ്പെടുത്തുകയും ചെയ്യുന്നതായ അമേരിക്കൻ പട്ടാള വർഗത്തെ കുറിച്ചാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്ന് പണ്ഡിത പക്ഷമാണ്. معهم صياط كأذناب البقر يضربون الناس بها. ജനങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നതായ യാതൊരുവിധ കാരണവുമില്ലാതെ ആ ജനങ്ങളുടെ മേൽ അധീനപ്പെടുത്തി അവരുടെ വസ്തുക്കളും സമ്പത്തും അവരുടെ സൗന്ദര്യവതിയായ ഭാര്യകളെ മുഴുവനും ആസ്വദിച്ചും രമിച്ചും രസിച്ചുകൊണ്ടും അവരുടെ സകല സൗഭാഗ്യങ്ങളും തട്ടിയെടുക്കുന്നതായ ഒരു സമൂഹം വരാനുണ്ട് കേട്ടോ. അവർ തീർച്ചയായും നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച. നിസാഉൻ കാസിയാത്, നിസാഉൻ കാസിയാത് ആരിയാതുൻ മായിലാത്. ചില സ്ത്രീകളുണ്ട് അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രരാണ്. വിനീതന്റെ വിഷയം അതിലേക്കാണ് സൂചിക. വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവർ. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വസ്ത്രം ധരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അവർക്കില്ല. ശരീരത്തിന്റെ സകല അവയവങ്ങളും അംഗലാവണ്യവും പരപുരുഷന്മാരിലേക്ക് കാണിച്ചുകൊണ്ട് മുഖം മിനുക്കി ആഭരണം കിളിക്കൊണ്ട് നടക്കലാണ് അവരുടെ ലക്ഷ്യമെന്ന് പരിശുദ്ധ റസൂൽ മുസ്തഫ. നിസാഉൻ കാസിയാത് ആരിയാതുൻ മായിലാത് മുമീലാത്. ചാഞ്ഞും ചെരിഞ്ഞും ഒട്ടകത്തിന്റെ പൂനയുണ്ടല്ലോ, ഒട്ടകത്തിന്റെ മുതുകുണ്ടല്ലോ, ആ മുതുക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞുകൊണ്ട് ഒട്ടകത്തിന്റെ ശൈലിയിലുള്ള നടത്തവും ഇരുത്തവും കിടത്തവുമാണ് അവരുടെ കോലമെന്ന്. അവരുടെ മുടിക്കെട്ടുകൾ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് അവരുടെ കുടുമികൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടകത്തിന്റെ മുതുക് പോലെ സർവരും കാണുന്ന രീതിയിൽ നടക്കുമത്രേ. അഥവാ നല്ല ഹീലുള്ള ചെരുപ്പിട്ടുകൊണ്ട് നടക്കുമത്രേ. നല്ല പൊക്കമുള്ള ചെരുപ്പ്, ശരീരത്തിൽ ഉപ്പൂറ്റി പൊക്കി കാലിന്റെ ഉപ്പൂറ്റി പൊക്കി നിൽക്കുന്നതായ ചെരുപ്പ് ധരിച്ചുകൊണ്ട് സർവരും അതിനെ കണ്ടോട്ടെ എന്നുള്ള ഒട്ടകത്തെ പ്രവാചകന്റെ അധ്യാപനം വളരെയേറെ പ്രസക്തമാണ് ഈ കാലം. സർവരും തന്നെ ഒന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചെരിഞ്ഞും നടക്കും അത്രേ. മായിലാതുൻ മുമീലാത്
അവരുടേതായ ശരീരത്തിന്റെ അംഗലാവണ്യം മറ്റുള്ളതായ ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സാരി ഉടുത്തുകൊണ്ടും പർദ്ദ ധരിച്ചുകൊണ്ടും തലമറയ്ക്കാതെ നടന്നുകൊണ്ടും ശരീരത്തിൻ്റെതായ വിവിധ ഭാഗങ്ങൾ പരപുരുഷന്മാരിലേക്ക് ദർശിപ്പിക്കുന്ന വിധത്തിൽ നടക്കുന്നതായ പെണ്ണുങ്ങളുണ്ട്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിൽ അതാ പൊരുവയിലത്ത് കഷ്ടപ്പെടുന്ന അവൾക്കും അവരുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആ ഭർത്താവിക്കുന്ന വഞ്ചിക്കുന്ന വിധത്തിൽ കാമുകനുമായിട്ട് കറങ്ങിയടച്ച് നടക്കുന്ന പെണ്ണാളവൾ. മിസ്കോളിലൂടെ കടന്നു വന്നതായ ചെറുപ്പക്കാരനുമായിട്ട് ബന്ധം ദുരിതനാ നിലർത്തിക്കൊണ്ട് അവസാനം ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ടോക്കറയിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ മെസ്സേജ് കൈമാറിക്കൊണ്ട് ഒരു രാത്രിയിൽ അവനുമായി ഒളിച്ചോടുന്ന രംഗമല്ലയോ കണ്ടുവരുന്നത്. ഈ നിലയ്ക്ക് ദുനിയാവിൽ വസ്ത്രം മോശമായ രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ വിവസ്ത്രനാണ് എന്ന നിലയ്ക്ക് നടക്കുന്നതായ പെണ്ണുങ്ങളെ കുറിച്ച് ലോകത്തിന്റെ നായകൻ പറയുന്നു, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കുകയില്ല, അവർ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് കടക്കാൻ അവർക്ക് സാധിക്കില്ല. വലാ യജ്ദിന റിഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. സ്വർഗത്തിലേക്ക് കടക്കാൻ സാധിക്കില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധിക്കില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രവാചകൻ ഉടനെ തന്നെ പറയുന്നു, വഇന്ന റിഹഹാ ലതജിദു മസീറത കദാ വകദാ, എത്രയോ കിലോമീറ്ററുകളോളം 70,000 കിലോമീറ്ററുകളോളം 70,000 കിലോമീറ്ററുകളോളം, അതല്ല 7 ദിവസങ്ങളോളം 7,000 വർഷങ്ങളോളം എന്നൊക്കെ വിവിധ റിവായത്തുകളുണ്ട്. ഏതായിരുന്നാലും അത്രത്തോളം വർഷങ്ങളോളം അടിച്ചു വീശുന്നതായ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കാൻ പറ്റുകയില്ലത്രേ ആ സ്ത്രീ വിഭാഗത്തിനെന്ന് പരിശുദ്ധ റസൂൽ. സ്വർഗത്തിന്റെ ആസ്വാദനം കിട്ടില്ലെന്ന് മാത്രമല്ല, ആ സ്വർഗത്തിന്റെ പരിമളം കിട്ടില്ലെന്ന് മാത്രമല്ല, കത്തിയാളുന്ന നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ അത് കാരണമായി തീരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിക്കണേ സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദുർബലമായ നിമിഷത്തിൽ ഏതെങ്കിലും കൂട്ടുകാരികളുടെ പ്രേരണ മൂലം മോശമായ രീതിയിൽ മോശമായ മ്ലേച്ഛമായ രീതിയിൽ നീ വസ്ത്രവിധാനം നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഈ പരിശുദ്ധമായ ശോഭനമായ റജബ് മാസത്തിൽ നീ കരമുയർത്തി പ്രാർത്ഥിച്ചോ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണം അല്ലാ, മോശമായ രീതിയിൽ വസ്ത്രവിധാനം നടത്തിയതിൽ കാരണമായിട്ട് എനിക്ക് നാളെ സ്വർഗം നൽകാതെ കത്തിയാടുന്ന നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയുന്ന അവസ്ഥ ഒരിക്കലും എനിക്കോ എന്റെ മക്കൾക്കോ കുടുംബങ്ങൾക്കോ നീ നൽകരുത് അല്ലാ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കൂ സഹോദരി. ഇല്ലെങ്കിൽ നീ ദുഃഖിക്കേണ്ടതായ അവസ്ഥ നിനക്ക് വല്ലാതെ സംജാതമാകുന്നതാണ്. വല്ലാത്ത അവസ്ഥയാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അവിടുത്തെ ശറഹ് മുസ്ലിമിലൂടെ രേഖപ്പെടുത്തുന്നു, ആരാണ് നിസാഉൽ കാസിയാത്ത്, വസ്ത്രം ധരിച്ചതായ നഗ്നകൾ ആരാണ്, വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ് എന്ന് പറഞ്ഞതായ വ്യക്തിത്വങ്ങളെ ഇമാം നവവി തങ്ങളെ പരിചയപ്പെടുത്തുന്നു. അത് 3 നിലയ്ക്കാണ്. 3 കൂട്ടരെയാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് വളരെ വ്യക്തമായി നമുക്ക് പരിചയപ്പെടുത്തുന്നത്. വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ്. മാനവരകൾ പറയുന്നു, അൽ-ഊലാ, ഒന്നാമത്തെ കൂട്ടർ അലൈഹിന്ന കിസ്വത്തുൻ ലാകിന്നഹാ ലാ തുഫീദു ഫീ സിരിൽ മർആ, ആ സ്ത്രീകളുടെ മേൽ വസ്ത്രമുണ്ട്, അവരുടെ ശരീരത്തിൽ വസ്ത്രമുണ്ട്, പക്ഷേ വസ്ത്രം വളരെ ചെറുതാണ്. ബിഹൈസു അൻ തകൂന സിയാബു ഖസീറതാ, സാംസ്കാരികമായ രീതിയിൽ പിന്നോക്കമായി വസ്ത്രം ധരിക്കുന്നതായ സ്ത്രീകൾ, ശരീരത്തിന്റെ അവിടെയും ഇവിടെയും കീറിയതായ ബൂട്ട്കട്ട് ജീൻസുകൾ ധരിക്കുന്നതായ സ്ത്രീകൾ, സാരിത്തുമ്പുകൾ, തന്റെ വയറിന്റെ ഭാഗവും ഉദരഭാഗവും മറ്റുള്ളവർ ദർശിക്കട്ടെ, തന്റെ പൊക്കിൾക്കുടി മറ്റുള്ളവർ കാണട്ടെ എന്ന നിലയ്ക്ക് വസ്ത്രം ധരിക്കുന്നതായ സ്ത്രീകൾ,
ഇങ്ങനെ അവിടെയും ഇവിടെയും ചുരുങ്ങിയ നിലയ്ക്ക് വസ്ത്രം ധരിക്കുന്നവർ, ബ്ലൗസിന്റേതായ കൈക്ക് ഇറക്കം കുറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ, അതിന്റെ മുൻഭാഗവും പിൻഭാഗവും വെട്ടിൽ കുറയ്ക്കുന്നവർ, ഇങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളും മറ്റുള്ളവർ കാണണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ, അവർ തീർച്ചയായും നരകത്തിലാണെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. രണ്ടാമതായി വസ്ത്രം ധരിച്ചിട്ടുണ്ട് പക്ഷേ വിവസ്ത്രനാണ് എന്ന് പറയുന്നതിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താണ്? ശരീരത്തിലേക്ക് ഇടുങ്ങിക്കിടക്കുന്ന വസ്ത്രം, ശരീരത്തിലേക്ക് മുറുകിക്കിടക്കുന്നതായ വസ്ത്രം ധരിക്കൽ. ബിഹൈസു അൻ തകൂന സിയാബു ലൈകതാ, വസ്ത്രം ശരീരത്തിലേക്ക് വളരെ ചേർന്ന് വളരെ ടൈറ്റായി ഇടുങ്ങി നിൽക്കുന്നതായ വസ്ത്രം, ആ നിലയ്ക്കുള്ളതായ ബനിയനും ആ നിലയ്ക്കുള്ളതായ പാൻസും ഷർട്ടും അവയവങ്ങളും ചുരിദാറും പർദ്ദകളും ഏത് വസ്ത്രവുമാകട്ടെ എല്ലാം തന്നെ ധരിക്കല്ലത് ഹറാമാണ്. അതിലേക്ക് അവൾ എത്തിപ്പെടുന്നത് കത്തിയാളുന്ന നരകം വിലയ്ക്ക് വാങ്ങലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇടുങ്ങിയതായ വസ്ത്രം, ടൈറ്റുള്ള വസ്ത്രം, ശരീരത്തിലേക്ക് ഇടുങ്ങിയ വസ്ത്രം പുരുഷന്മാരുമായി ഇന്നതാണല്ലോ. ചില ആളുകളുടെ പുരുഷന്മാരുടെയൊക്കെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഉരിഞ്ഞു പോകുമെന്ന് കണ്ടു അത്രമാത്രം ഇറക്കിയിട്ടിരിക്കുകയാണ്, ഊരവരെ ഇറക്കിയിട്ടിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പൊ ഒഴിഞ്ഞു പോകും. എന്തു മോഡൽ! അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗമാണല്ലോ. മുട്ടുപൊക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാം. ഇന്ന് പുരുഷന്മാരിൽ അധികം തന്നെ എന്നിട്ട് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും റുക്കോയും സുജൂദും കഴിയുമ്പോൾ ഇങ്ങനെ പിടിച്ച് വലിക്കലാണ്. ആകെ ഇത്ര ഉള്ളൊരു ബനിയനാണ് ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. അതിലിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം അർത്ഥം കൂട്ടും. ചെറിയ ഷർട്ടും വളരെ ഇടുങ്ങിയതായ ബനിയനും ഇട്ടുകൊണ്ട് വന്നിട്ട് അതിന്റെ ബാഗ് ഇങ്ങനെ പിടിച്ച് വലിക്കുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അവന്റെ ബഹിരാകാശവും അവന്റെ പഞ്ചായത്തുമടക്കം സർവ്വതും കാണിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുവരിക. സുജൂദിൽ പോകുന്നതായ സഹോദരന്റെ വസ്ത്രധാരണ രീതി മോശമാണ്. അവരെ കാണുമ്പോൾ തന്നെ നമസ്കാരം തന്നെ ശരിയാവുകയില്ല എന്ന് വളരെ വ്യക്തമാകുന്ന രീതിയിലാണ് അവന്റെ വസ്ത്രധാരണം. അവനെ ശൈത്താൻ പിടികൂടിയിരിക്കുന്നു, ദുർബോധനം അവരിലെത്തിയിരിക്കുന്നു. ശൈത്താനിന്റെ കുതന്ത്ര വലയത്തിൽ അവൻ പിടിപെട്ടിരിക്കുന്നു. അതാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്ന് ഇമാം നബി റഹിമഹുല്ലാഹ്. ഇടുങ്ങിയ രീതിയിലുള്ളതായ ബനിയനും ഇടുങ്ങിയ രീതിയിലുള്ളതായ പാൻസുമൊക്കെ ധരിച്ചുകൊണ്ട് അവന്റെ ശരീരത്തിൻ്റെതായ ബോഡി വെയിറ്റും അവന്റെ ശരീരത്തിൻ്റെതായ സിഫായ്ക്കുമൊക്കെ 10 പേര് കാണട്ടെ എന്ന നിലയ്ക്ക് നടക്കുന്നുണ്ടെങ്കിൽ സഹോദരാ, ഇത് പരിശുദ്ധ ദീനിന് ഘടകവിരുദ്ധമാണ്. നാളെ അതുകൊണ്ട് എത്തിയേടുന്നത് കത്തിയാളുന്ന നരകത്തിലേക്കാണ്. ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ വചനങ്ങളെ വിവരിച്ചുകൊണ്ട് ഇമാം നബവി റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് മുസ്ലിമിലൂടെ രേഖപ്പെടുത്തുന്നു. സ്ത്രീകൾ തീർത്തും പർദ്ദ ധരിക്കുമ്പോൾ തന്നെ ഇടുങ്ങിയതായ വസ്ത്രം, അരയിടയ്ക്ക് നല്ല ഒതുക്കം കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ മറ്റുള്ളവർ ദർശിക്കട്ടെ എന്ന നിലയ്ക്ക് ഇടുങ്ങിയ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന പെണ്ണേ, ഈ തീർച്ചയായും നരകത്തിലാണ്. വസ്ത്രധാരണം കൊണ്ട് സ്വർഗത്തിന്റെ പരിമളം ഒരു തുള്ളി പോലും നിനക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. മൂന്നാമത്തേതായി വിവരണം എന്താണ്? ഇമാം നബി തങ്ങൾ വിവരിക്കുന്നു, വഅലൈഹിന്ന കിസ്വ അൻ തകൂനൽ കിസ്വതു ഖഫീഫതാ തകൂനൽ കിസ്വതു ഖഫീഫതാ بحيث يرام من ورائها الجلد. ശരീരത്തിലേക്ക് ധരിച്ചിരിക്കുന്ന വസ്ത്രം ഏറ്റവും നേർമയായ വസ്ത്രമാണ്. ചില ഹോട്ടലിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചെന്ന് കയറുമ്പോഴത്തേക്കും തന്നെ ചില്ലിട്ടിങ്ങനെ വെച്ചിരിക്കുന്ന അകത്തുള്ള ബോണ്ടയും പൊറോട്ടയും സർവ്വതും കാണാൻ വേണ്ടി എന്നതുപോലെ ശരീരത്തിൻ്റെതായ ഉള്ളിൽ കിടക്കുന്ന സകലതും കാണട്ടെ എന്ന നിലയ്ക്ക് ഏറ്റവും നേരിയ രീതിയിലുള്ള നേർമയായ വസ്ത്രം. ഇതെങ്ങനെ പോയി സെലക്ട് ചെയ്ത് വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നാണമില്ല സഹോദരന്മാരെ. കടയിൽ പോയിട്ട് തിരക്കാണ്, നല്ല കട്ടിയുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇതൊന്നും അല്ല, ഇതല്ല, വേറെ അടുത്തത്
അവസാനം എത്തിപ്പെട്ടത് ഏറ്റവും നേർമയായ ഏറ്റവും നേരിയതായ വസ്ത്രം. ശരീരത്തിൽ കടന്നാൽ തന്റെ ശരീരത്തിന്റെ തൊലിയും നിറവും ശരീരത്തിലേക്ക് അടിച്ചിരിക്കുന്ന സ്പ്രേയുടെ മണവും വരെ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ അതിനുള്ളിലുള്ള സകല അവയവങ്ങളും മറ്റുള്ളവർ ദർശിക്കുന്ന രീതിയിലുള്ള ഏറ്റവും നേരിയ വസ്ത്രം. ആ രീതിക്കുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കൽ അവൾ നാളെ കത്തിയാളൊന്ന് നരകത്തിലേക്ക് ആപതിക്കാൻ കാരണമാകുമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. ഈ നിലയ്ക്ക് ഇമാം നവവി തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നടക്കുന്നതായ മനുഷ്യൻ, ഹബീബായ നബി തങ്ങളുടെ തിരു അധ്യാപനങ്ങളെ മനസ്സിലാക്കാകും നടക്കുന്ന മനുഷ്യൻ നാളെ തീർച്ചയായിട്ടും അവന് മോശമായ രീതിയിലുള്ള അവസ്ഥയിലേക്ക് ആപതിക്കാൻ അത് നിദാനമാകും, അത് കാരണമാകുമെന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ്. എന്തുമാത്രം നിയമങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നു. ആ നിയമങ്ങളൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയല്ലോ, സ്ത്രീകൾ അവരുടെ മുഖം മറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ വ്യക്തമാക്കിയല്ലോ. യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. ഓ പ്രവാചകരെ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോടും അവിടുത്തെ പ്രിയപ്പെട്ട പെൺമക്കളോടും മുസ്ലിമീങ്ങളായ സത്യവിശ്വാസികളായ സ്ത്രീകളോടും അവിടുന്ന് പറഞ്ഞു കൊടുക്കണേ. യാ അയ്യുഹൻ നബിയു ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. അവർ ധരിച്ചിരിക്കുന്നതായ തലയുടെ തട്ടം അവരുടെ മുഖത്തേക്ക് മറച്ചിടട്ടെ. സുബ്ഹാനല്ലാഹ്. നേരത്തെ പറഞ്ഞു കയ്യും കാലും നഖവും നെഞ്ചുമൊക്കെ മറയ്ക്കാൻ. ഇപ്പോൾ അല്ലാഹു തആല പറയുന്നു മുഖം കൂടി മറയ്ക്കട്ടെ, അന്യരിൽ നിന്ന് മറച്ചു നിൽക്കട്ടെ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബിബിഹിൻ. അവരുടെ മുഖം കൂടി അവർ മറയ്ക്കട്ടെ. തലയിൽ ധരിച്ചിരിക്കുന്ന തലയിലെ തട്ടമെടുത്ത് അവരുടെ മുഖം അന്യപുരുഷരിൽ നിന്ന് മറയ്ക്കട്ടെ. എന്തിനാണ് പെണ്ണെ? പരിശുദ്ധമായ ഇസ്ലാം വ്യക്തമാക്കുന്നു, ദാലിക അദ്നാ അയ്യുറഫിൻ ഫലാ യുദൈൻ ഫലാ യുദൈൻ. ആ ചാരിത്ര ശുദ്ധിയുള്ളതായ സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിയത്രേ പതിവ്രതകളായ സ്ത്രീകൾ നാട്ടിലുണ്ട് എന്ന് വ്യക്തമാകുന്നത് അവർ മുഖം മറച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. അന്യരായ പുരുഷന്മാരെ തൊട്ട് മുഖം മറക്കുന്നതായ സ്ത്രീകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ അനിയത്തി, നിങ്ങളുടേതായ സ്ത്രീകൾ അവർ അന്യ പുരുഷന്മാരിൽ നിന്ന് മുഖം മറച്ചു നടക്കുന്നത് എങ്കിൽ അവൾ പതിവ്രതയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം. ഇത് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ. ദാലിക അദ്നാ അയ്യുറഫിൻ. പതിവ്രതകളായ സ്ത്രീകളെ, ചാരിത്ര ശുദ്ധിയുള്ളതായ സ്ത്രീകളെ തിരിച്ചറിയാൻ വേണ്ടിയത്രേ അവരുടെ തലയിൽ ഇരിക്കുന്ന തട്ടം മുഖത്തേക്ക് കുടിയിടണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഫലാ യുദൈൻ. അങ്ങനെ തലയിലെ തട്ടം മുഖത്തേക്ക് ഇട്ട് നടക്കുന്ന പെണ്ണിനെ ആരും തന്നെ ശല്യം ചെയ്യുകയില്ല എന്ന് പരിശുദ്ധ ഇസ്ലാം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, ഈ ലോകം മുഴുവനും ബലാത്സംഗങ്ങളും പീഡനങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ഓരോ 20 മിനിറ്റുകളിലും ഓരോ പീഡന മരണങ്ങളും
ഓരോ 18 സെക്കൻഡുകളിലും 18 മിനിറ്റുകളിലും ഓരോ ബലാത്സംഗങ്ങളും കേസുകളും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം പ്രസക്തമാണ്. സ്ത്രീകളെ ശല്യം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ അവരുടേതായ അംഗലാവണ്യം പൂർണ്ണമായി മറച്ചുകൊണ്ട് അവരുടെ മുഖം വരെ മറച്ചുകൊണ്ടവർ നടക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ചില സ്ത്രീകളുണ്ട് മുഖം മിനുക്കി ആഭരണം കിലുക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വല്ലാത്ത താല്പര്യം പ്രകടിപ്പിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവർ ആഭരണം കിലുക്കിക്കൊണ്ട് മുഖം മിനുക്കിക്കൊണ്ട് ഫെറാലോലി ഇട്ടുകൊണ്ട് ശരീരത്തിൻ്റെതായ അവയവങ്ങൾ ശസ്ത്രക്രിയയിലൂടെ നന്നാക്കിക്കൊണ്ട് പിരികം നല്ലതുപോലെ ആക്കിക്കൊണ്ട് നടക്കുന്നതായ ചില സ്ത്രീകളുണ്ട്, മംഗമാരുണ്ട്. വസ്ത്രധാരണ രീതി വികലമായി ചിത്രീകരിച്ചുകൊണ്ട് അന്യരായ പരപുരുഷന്മാരോടൊപ്പം കടകമ്പോളങ്ങൾ നിരങ്ങിയും ബീച്ച് വസ്തുക്കളിലുമൊക്കെ പങ്കെടുത്തുകൊണ്ട് വണ്ടികളിലും എല്ലാ തരത്തിലും കയറിക്കൊണ്ട് സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്നതായ ചില സ്ത്രീകളുണ്ട്. പരിശുദ്ധ റസൂൽ അവരെ കുറിച്ച് പറയുകയാണ്, ഇന്നി ലഉബ്ഗിദുൽ മർഅ ഇന്നി ലഉബ്ഗിദുൽ മർഅ നിശ്ചയം ഞാനൊരു സ്ത്രീയെ വല്ലാതെ ദേഷ്യപ്പെടുന്നു. എനിക്കൊരു സ്ത്രീയോട് വല്ലാത്ത ദേഷ്യമാണ്, എനിക്കൊരു സ്ത്രീയോട് വല്ലാത്ത ക്രോധമാണ്. ആ സ്ത്രീ എങ്ങനെയുള്ള സ്ത്രീ എന്നറിയുമോ? അവൾ നാട് നീളെ നിരങ്ങുന്നു. അവളുടെ തുണിയുടെ കോന്തൽ നിലത്തൂടി വലിച്ചഴയ്ക്കുന്നു. അഥവാ റോഡ് മുഴുവനും നിരങ്ങി, കടകമ്പോളങ്ങൾ മുഴുവനും നിരങ്ങി, എല്ലാ സ്ഥലത്തും ചെല്ലുന്നു, എല്ലാ വീടുകളിലും ചെല്ലുന്നു, എല്ലായിടത്തും അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വസ്ത്രധാരണ രീതി മോശമായ രീതിയിൽ വർത്തിക്കുന്ന പെണ്ണ്. അവൾക്കുള്ള പരാതി ഒന്ന് മാത്രമാണ്, അവളുടെ പ്രിയപ്പെട്ട ഭർത്താവ് നേരം വെളുക്കുമ്പോൾ അവൾക്ക് വേണ്ടി, അവളുടെ മക്കൾക്ക് വേണ്ടി, ഉപജീവന മാർഗത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നതായ പ്രിയപ്പെട്ട ഭർത്താവ് 5 വക്ത് നമസ്കരിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട മക്കൾക്കും എന്റെ ഭാര്യമാർക്കും നല്ല രീതിയിലുള്ളതായ ആസ്വാദനങ്ങളും നല്ല രീതിയിലുള്ള സുഖങ്ങളും കൊടുക്കാനും എനിക്ക് തൗഫീഖ് നൽകണേ എന്ന് പടച്ചറപ്പിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താവ്. ആ ഭർത്താവിനെ കുറിച്ച് അവൾക്ക് മോശമായ അഭിപ്രായമാണ്. ആ ഭർത്താവിനെ കുറിച്ചുള്ള പരാതിയാണ് അവൾക്കുള്ളത്. ആ പാവപ്പെട്ട ഭർത്താവിനെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും അവന്റെ കാമുകരോടും നാട്ടുകാരോടും മുഴുവനും പരാതി പറഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ അംഗലാവണ്യം പരപുരുഷന്മാരിലേക്ക് കാണിക്കുന്ന വിധത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന പെണ്ണേ, നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാതെ ക്രോധം വെക്കുന്നത്. ആരാണ് ക്രോധം വെക്കുന്നത്? ആരാണ് ഇഷ്ടപ്പെടാത്തത്? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായിട്ട് തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജഗന്നിയന്താവായ പടച്ചറപ്പ് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവരിഞ്ഞ് നിന്നുകൊണ്ട് ലോകത്ത് വരാനിരിക്കുന്ന മുഴുവൻ മാനവരാശികൾക്കും മാർഗദർശനം കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ആ പ്രവാചക പുങ്കവനാണ് നിന്നോട് ദേഷ്യം പിടിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമില്ലാത്ത സ്ത്രീകൾ. പ്രവാചകൻ പറയുന്നു, ഇന്നി ലഉബ്ഗിദുൽ മർഅ, തീർച്ചയായിട്ടും ഞാൻ ആ സ്ത്രീയോട് വല്ലാത്ത ദേഷ്യം. വസ്ത്രം ധരിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കാണ്, കടകമ്പോളങ്ങൾ ഇറങ്ങി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. കാണുന്ന കടകളിലെല്ലാം തന്നെ നിരങ്ങി ഫെസ്റ്റാണ്, സർവ്വതും ഷോപ്പിക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരം വെളുക്കുമ്പോൾ തന്നെ പരപുരുഷന്മാരുമായിട്ട് ഇങ്ങനെ റോഡുകൾ നിരങ്ങി. എത്ര മോശമാണ്! അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത ദേഷ്യമാണ് അവരോട്. സ്ത്രീകൾ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പരിശുദ്ധ ഇസ്ലാം. വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്വലാ. നമസ്കാരവും ഇബാദത്തും നിലനിർത്തിക്കൊണ്ട് സ്ത്രീകൾ അവരുടെ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങി കഴിയണമെന്ന് പരിശുദ്ധ ഇസ്ലാം.
സ്ത്രീകൾ നല്ലൊരു മുത്താണ്, പവിഴമാണ്. മുത്തും പവിഴവും ആരും കൊണ്ടുവന്ന് ഒരിക്കലും കടകമ്പോളങ്ങളിലോ നിരത്തുകളിലോ കൊണ്ടുവന്ന് വലിച്ചെറിയില്ലല്ലോ. ആ പവിഴവും മുത്തും എപ്പോഴും ഗോപ്യമാക്കി വെക്കും, മറച്ചു വെക്കും. വീടിന്റെ അകത്തളത്തിൽ, വീടിന്റെ ഉള്ളിൽ എപ്പോഴും സുരക്ഷിതയായി ഇരിക്കണം. അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. ആ പവിഴമാകുന്ന മുത്താകുന്ന സ്ത്രീ റോഡിൽ ഇറങ്ങിക്കൊണ്ട് കടകമ്പോളങ്ങളിലും ചീത്ത വാക്കുകളും ചീത്തതായ സ്ഥലങ്ങളിലും റോഡിലുമൊക്കെ നിരങ്ങിക്കൊണ്ട് നടക്കാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ സൗദ എന്ന് പറയുന്ന മഹദി വലിയ ധർമ്മിഷ്ഠയായിരുന്നു. ആ സൗദയോട് ചോദിച്ചു അത്രേ, ഖീല ലി സൗദ ലിമ തഹ്ജീന വ തഅ്തമിരീ, എന്തേ നിങ്ങൾ ഹജ്ജിനൊന്നും പോകാത്തത്, എന്തേ നിങ്ങൾ ഉംറയ്ക്കൊന്നും പോകാത്തത് എന്ന് സൗദ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിച്ചപ്പോ അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അത്രേ, വഖദ് ഹജ്ജതു വഅതമറതു, ഞാൻ ഒരു പ്രാവശ്യം ഹജ്ജും ചെയ്തിട്ടുണ്ട്, ഒരു പ്രാവശ്യം ഉംറയും നിർവഹിച്ചിട്ടുണ്ട്. ഹജ്ജും ഉംറയും ജീവിതത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി, അത് ഞാൻ ചെയ്തിട്ടുണ്ട്. وأمرني الله أن أقر في بيتي, ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ പടച്ചറപ്പ് അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ പെണ്ണേ നീ വീട്ടിലിരിക്കണേ എന്ന് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന ഞാൻ പാലിച്ചുകൊണ്ട് വീടിന്റെ അകത്തളത്തിൽ ഇരിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് സൗദ റളിയല്ലാഹു അൻഹാ. ചിന്തിക്കണേ സഹോദരൻ, വളരെയേറെ അർത്ഥവത്തായ വചനമാണ്. ഹജ്ജും ഉംറയ്ക്കും വേണ്ടി ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങാൻ സ്ത്രീകൾ ഒരു വട്ടം ചെയ്ത ഉമ്മമാര് പിന്നെ ഇങ്ങനെ ഇറങ്ങാണ്, കാണുന്ന ഗ്രൂപ്പിലൊക്കെ കയറുന്നു. അതൊരു ടൂറിസമായി സിയാറത്ത് അന്യ പുരുഷന്മാരോടൊപ്പം പരപുരുഷന്മാരോടൊപ്പം നാണമില്ല. പരിശുദ്ധ ഇസ്ലാം സിയാറത്തും അത് സുന്നത്താക്കിയതും അത് പരിശുദ്ധ ഇസ്ലാമിന്റെ ചര്യയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവും. പക്ഷേ ഇന്ന് നമ്മുടെ ഉമ്മമാര്, നമ്മുടെ സഹോദരിമാർ അന്യ പുരുഷന്മാരോടൊപ്പം പരപുരുഷന്മാരോടൊപ്പം സിയാറത്ത് ടൂറുകളുമായിട്ട് മോശമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് കറങ്ങി നടക്കുന്നത് സർവ്വസാധാരണമല്ലയോ? എത്ര മോശമാണ്! ഇതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരണ്ടയോ പ്രിയപ്പെട്ട മുഅ്മിനേ? ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കണ്ടയോ എന്റെ പ്രിയമുള്ള സഹോദരിമാരെ? പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും നയങ്ങളും ഉറച്ചു നിൽക്കുന്ന വ്യക്തിത്വങ്ങളാകുന്നതിനോടൊപ്പം ആ ഇസ്ലാം നമ്മളുടെ കൈകളിലേക്ക് നൽകിയതായ സ്വഹാബത്തെ കിറാമിന്റേതായ മാർഗ്ഗവും അതേ ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ജീവിത ചരിതങ്ങളും മുറുകെ പിടിക്കുക. അവരുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക, സൗദാ ബീവിയെ കണ്ടു പഠിക്കുക. എന്തേ നിങ്ങൾ ഹജ്ജ് ഇങ്ങനെ പോകാത്തത്, എന്തേ നിങ്ങൾ ഉംറ ഇങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോ ഒറ്റവട്ടം ഹജ്ജും ഉംറയും ഞാൻ നിർവഹിച്ചിട്ടുണ്ട്, അതാണ് എന്നോട് പരിശുദ്ധ ഇസ്ലാം നിർമ്മയമായി പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതലായി പോകാൻ എനിക്ക് പണമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ പരിശുദ്ധ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ എന്നോട് ഓർമ്മപ്പെടുത്തിയത് വീടിന്റെ അകത്തളത്തിൽ അടങ്ങി ഒതുങ്ങി കഴിയണേ എന്നാണ്. ആ കൽപ്പന പൂർണ്ണമായി ശിരസ വഹിച്ചുകൊണ്ട് ഞാൻ വീടിന്റെ അകത്തളത്തിൽ കഴിയാൻ താല്പര്യം കാണിക്കുന്നു എന്ന് ബീവി സൗദ. ചിന്തിക്കൂ സഹോദരൻ, എത്ര നല്ല അർത്ഥവത്തായ പദങ്ങൾ. നമ്മൾ ആരെയാ കണ്ടുപിടിക്കേണ്ടത്, ആരെയാ നമ്മൾ മാതൃകയാക്കേണ്ടത്, ആരെ കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരെ. ചില ആളുകൾ പറയുന്നുണ്ട് വസ്ത്രം മോശമായ രീതിയിലാക്കിയാൽ എന്താ? യൂറോപ്പിൽ കണ്ടില്ലേ, അമേരിക്കയിൽ കണ്ടില്ലേ, അവിടെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ, തുറന്നിട്ട് കൊണ്ട് നടക്കുന്നത് എന്ത് പ്രശ്നമുണ്ട്? യാതൊരു കുഴപ്പമില്ല, എല്ലാവർക്കും ഒരു ബന്ധപ്പെടുന്നുണ്ട്. അവരെല്ലാവരും തന്നെ മോശമായ രീതിയിൽ അവിടെ ഇവിടെയും കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടല്ലേ നടക്കുന്നത്, അവിടെയും കൂടി യാതൊരു കുഴപ്പമില്ല. എന്നാൽ സഹോദര ഇത് പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യയ ശാസ്ത്രമാണ്. ഈ ശാസ്ത്രത്തിന്റെ, ഈ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രത്യയ ശാസ്ത്രം ലോകത്തിലേക്ക് നൽകിയത് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും യൂറോപ്പും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളെയും അവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെയും ജനിച്ചു കഴിഞ്ഞിട്ടുള്ളതായ സർവ്വവിധ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ള ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആലയാണ്. ആ പടച്ചറപ്പാണ് ഈ നിയമം ലോകർക്ക് നൽകിയിട്ടുള്ളത്. മനുഷ്യന് സുരക്ഷിതത്വത്തിന് വേണ്ടി, സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സുരക്ഷിതത്വത്തിന് വേണ്ടി അവരുടെ മുഖം കൂടി മറച്ചു നടക്കണേ എന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മോട് ഉണർത്തിയിട്ടുള്ളത്.
വേശ്യാലയങ്ങളുടെയും നിശാ ക്ലബ്ബുകളുടെയും പരദീസയായ അമേരിക്കയിൽ ഒരു പുസ്തകം ഇറക്കിയല്ലോ, ദ ക്രൈം ഇൻ USA. അമേരിക്കയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു 970 എഴുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിലൂടെ ലോകത്ത് വിവരിക്കുന്നു 970 കാലഘട്ടത്തിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത്, പീഡനവും ബലാത്സംഗവുമായ കേസുകൾ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 1.5 ലക്ഷത്തോളം. അവസാനം അത് 980 കടന്നപ്പോൾ 3.5 ലക്ഷമായി വർദ്ധിച്ചു. 990 എത്തിയപ്പോൾ അത് 8.5 ലക്ഷമായി, അഥവാ 4 ഇരട്ടിയായി വർദ്ധിച്ചു. എന്റെ പ്രിയമുള്ള സഹോദര, ഇതാ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലെ കുറ്റകൃത്യങ്ങൾ എന്ന രീതിയിൽ തന്നെ ഇറക്കിയ ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ തന്നെ മാലോകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇത് വസ്ത്രധാരണ രീതി വികലമായത് കൊണ്ടാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് എങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനേ, തീർച്ചയായും നന്നാക്കണം നമ്മുടെ വസ്ത്രധാരണം. നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർ, നമ്മളുടെ കുടുംബങ്ങൾ എല്ലാവരുടെയും വസ്ത്രധാരണ രീതി നന്നാക്കിയേ പറ്റൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ജീവിത ചരിതങ്ങൾ അതാണ് നമ്മൾക്ക് മാതൃകയാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ സിദ്ദീഖ. മഹദി അവറുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. സിയാറത്ത് പുണ്യമുള്ളതാണ്. സിയാറത്തിന് മഹത്വമുണ്ട്, പൊരുത്തമുണ്ട്, ഗുരുത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. മഹദി അവറുകൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പ്രവാചകന്റെ തിരുചാരത്തിൽ നിന്നുകൊണ്ട് സിയാറത്ത്. كنت أدخل بيت الذي دفن فيه رسول الله. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച എന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പ്രവാചക പൊങ്കവൻ വഫാത്തായി അവിടുന്ന് മറമാടപ്പെട്ട് കിടക്കുന്നതായി എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ സിയാറത്തിനായി കൃത്യമായി പോകുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പ്രവാചകൻ മരണപ്പെട്ടു. ആ പ്രവാചകന് ശേഷം 1ാമത്തെ ഖലീഫയായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. അവരെയും കൊണ്ടുവന്ന് അടക്കി എന്റെ ഉപ്പയുടെ സവിധത്തിൽ തന്നെ, അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് തന്നെ എന്റെ ഉപ്പയെ കൊണ്ടുവന്നു. രണ്ടുപേരെയും കൊണ്ടുവന്ന് എന്റെ വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുവന്നു വെച്ചു. എന്റെ റൂമിന്റെ അകത്ത് തന്നെ കൊണ്ടുവന്നു വെച്ചു. ഞാൻ അവരുടെ 2 ആളുകളെയും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിഷയം. ആ സമയത്ത് ഞാൻ സിയാറത്തിന് ചെല്ലുമ്പോൾ എന്റെ വസ്ത്രം ചിലപ്പോൾ നല്ല രീതിയിൽ ആയിരുന്നില്ല. അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഈ ലോകത്തിന്റെ നായകനാകുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ്, ആ പ്രവാചകനാണ് കിടപ്പുള്ളത്. അതെന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എന്റെ ഭർത്താവിന്റെ മുന്നിൽ ശരീരത്തിന്റെ സകല അവയവങ്ങളും എനിക്ക് കാണിക്കൽ അനുവദനീയമാണ്. എന്റെ പ്രിയപ്പെട്ടതായ ഉപ്പ മറ്റൊരാൾ കിടക്കുന്ന ആ ഉപ്പയുടെ സവിധത്തിൽ ചെല്ലുമ്പോൾ തന്നെ മുഖവും മുങ്കയും ശരീരത്തിൻ്റെതായ കാലും നെരിയാണിയും ഒക്കെ കാണിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുഖം മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ തല മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ നെരിയാണിക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾ മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ മുങ്കൈ മറയ്ക്കാത്ത നിലയ്ക്കൊക്കെ ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. ആ നിലയ്ക്കൊക്കെ ഞാൻ സിയാറത്ത് ചെയ്യുമായിരുന്നു. പക്ഷേ വലമ്മാ ദുഫിന ഉമറു വലമ്മാ ദുഫിന ഉമറു, കിസറിന്റെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിട വിറപ്പിച്ച അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, ഉമർ എന്ന് പറയുന്നതായ വ്യക്തി
വ്യക്തിത്വം ഒരു വഴിയിലൂടെ കടക്കുകയും അതിന്റെ മറുതലത്തിൽ കൂടി ശൈത്താൻ കടക്കുകയും ചെയ്താൽ ശൈത്താൻ ഉമറിന്റെ വരവ് കണ്ടുകൊണ്ട് ദൂരേക്ക് പറന്നുകൊണ്ട് പോകുമെന്ന് പഠിപ്പിച്ചതായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നോട് വന്ന് അനുവാദം ചോദിച്ചു. എന്റെ അടുക്കൽ വന്നുകൊണ്ട് ആളെ പറഞ്ഞയച്ചു. മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നായകന്റെ സമിതിയിൽ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ എന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത് അടങ്ങാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആയിഷ സമ്മതിച്ചാലും സമ്മതം നൽകിയാലും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയായ ലോകത്തിന്റെ നായകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടഭാജനമായി ഹൃദയത്തിന്റെ ഗത്തളങ്ങളിൽ വല്ലാതെ സന്നിവേശിപ്പിച്ചതായ മഹൽ വ്യക്തിത്വമായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സമ്മതം കൊടുത്തുവത്രേ. മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ അദ്ദേഹത്തെയും കൊണ്ടുവന്നടക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് കൊണ്ടുവന്നടക്കിയത്രേ. എന്റെ പ്രിയമുള്ള സഹോദര, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പാഠം ഉൾക്കൊണ്ടത്. ഫലമാ ദുഫിന ഉമറു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ടുവന്നടക്കിയതിന് ശേഷം ബീവി ആയിഷ സിദ്ദീഖ പറയുകയാണ്, ഫവല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്തമായ പടച്ചറപ്പ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധ ഗർത്തത്തിലൂടെ ഉളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ വരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പടച്ചറപ്പ് സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ദഖൽതു ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ ഫിയാബി, ഞാൻ അങ്ങോട്ട് കടന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് പിന്നെ സിയാറത്തിന് ആ റൂമിലേക്ക് കടന്നിട്ടില്ല. ഇല്ലാ വഅന മസ്ദൂദതൻ അലയ്യ ഫിയാബി, എന്റെ ശരീരം മുഴുവനും വസ്ത്രം മറച്ചിട്ടല്ലാതെ മൂടി പൊതിച്ചിട്ടല്ലാതെ ഞാൻ കടന്നിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ പൂർണ്ണമായി വസ്ത്രം ധരിക്കണേ. അവർ നമുക്ക് അന്യരായ പുരുഷന്മാരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ സവിധത്തിലേക്ക് സിയാറത്തിന് പോകുമ്പോ പൂർണ്ണമായി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രബന്ധം ശ്രവിക്കുന്ന സഹോദരിമാരെ, പൂർണ്ണമായി വസ്ത്രധാരണ രീതി കൈക്കലാക്കണേ. സിയാറത്തിന് പോകുമ്പോഴും തന്റെ വീടിന്റെ അകത്തളത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും എപ്പോൾ പുറത്തിറങ്ങിയാലും ശരീരത്തിൻ്റെതായ പൂർണ്ണമായ അവയവങ്ങൾ മറച്ചുകൊണ്ട് കണ്ണ് മാത്രം പുറത്തേക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ഇറങ്ങരുതേ, ഇറങ്ങരുതേ. അല്ലാതെ നിങ്ങൾ പുറപ്പെട്ടാൽ അത് പരിശുദ്ധമായ ദീനിന് ഘടകവിരുദ്ധമാണ്. അതിലൂടെ നിങ്ങളുടെ മാനത്തിന് വില പറയാൻ പോലും നിങ്ങൾക്ക് എത്തിപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശല്യം ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ പൂർണ്ണമായി വസ്ത്രവിധാനം നടത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് സെക്കൻഡറി മദ്രസയിലേക്ക് നല്ല രീതിയിലുള്ള തുക നിങ്ങൾ ഏവരും സംഭാവന. സ്വഹാബത്തെ കിറാം മുഴുവനും അതിൽ ജാഗരൂകരായി നിൽക്കുകയാണ്. ഹബീബായ നബി തങ്ങളുടെ സൈന്യത്തിലേക്ക് തങ്ങളും അണിചേരണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി അനുരാഗത്തോടുകൂടി ലോകത്തിന്റെ നായകന്റെ വിളി കേട്ടുകൊണ്ട് സ്വഹാബത്തേക്ക് ഒന്നടങ്കം ചെന്നപ്പോ അതിൽ ഒരു ചെറുപ്പക്കാരനും അണിചേർന്നു. ഒരു ചെറുപ്പക്കാരനും വന്ന് ചേരുകയാണ്. 18 വയസ്സുള്ള യുവകോമളനായ ചെറുപ്പക്കാരനെ അല്ലാഹുവിന്റെ റസൂൽ നോക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായ മനുഷ്യൻ ഹബീബായ നബി തങ്ങൾ ആ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരനെ കണ്ടപ്പോ വല്ലാതെ സന്തോഷിച്ചു. മനസ്സിൽ അൽഹംദുലില്ലാഹ് പൊഴിഞ്ഞു. പ്രവാചക പുങ്കവൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിലേക്ക് ആ സഹോദരനെയും കൂട്ടിപ്പോയത്. യുദ്ധം കണ്ടു, യുദ്ധം കൊടുമ്പിരി കൊണ്ടു, യുദ്ധം അവസാനിച്ചു. ആ യുദ്ധം കഴിഞ്ഞു കിടക്കുന്ന രണഭൂമിയിലേക്ക് ഒരു സഹോദരി ഓടി വരികയാണ്.
جاءت امرأة إلى النبي صلى الله عليه وسلم ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ഒരു സ്ത്രീ ഓടി വരികയാണ്. ആ സ്ത്രീയുടെ പേരെത്രേ? യുഖാലു ലഹാ ഉമ്മു ഖല്ലാദ്. ഉമ്മു ഖല്ലാദ് എന്ന പേരുള്ള നാമമുള്ള ഒരു പെണ്ണാണ് ഓടി വരുന്നത്. ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ഓടി വരുന്നത് ഉമ്മു ഖല്ലാദ് എന്ന പേരുള്ളതായ ഒരു സ്ത്രീ ഓടി വന്നുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ സവിധത്തിലെത്തിയപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹോദരിയോട് ചോദിച്ചു, അത്രേ എന്താണ് നീ വന്നത്, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. ആ പെണ്ണ് ചോദിക്കുന്നു, തസ്അലു അന്നി ബിനിഹാ. പ്രവാചകരെ, എന്റെ പ്രിയപ്പെട്ടതായ മകനെ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളും നയങ്ങളും ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഉപോത്ബലകമായി ദീൻ ഇവിടെ നിലനിൽക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേര് യുദ്ധത്തിന് വേണ്ടി എന്റെ മകനെ ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ട്. 18 വയസ്സുള്ള എന്റെ പിഞ്ചോമന മകൻ, അവനെ ഞാൻ യുദ്ധത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുള്ളതാണ്. അവനെന്തിയേ വഹിയ തസ്അലു അന്നി ബിനിഹാ. പ്രിയപ്പെട്ട മകനെ കുറിച്ച് ചോദിക്കുകയാണ്. ആ സമയത്ത് സഹാബത്തെ കിറാം ഒന്നടങ്കം പറഞ്ഞു, വഹുവ മഖ്തൂൽ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണപൊരുതിക്കൊണ്ട് പോർക്കളത്തിൽ വീരശഹീദായിക്കൊണ്ട് വീരമൃത്യു വരിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകനെന്ന് ആ പ്രിയപ്പെട്ട ഉമ്മയോട് പറയുമ്പോഴും ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് സർവ്വരം നോക്കുന്നു. ഒരു അവയവം പോലും പുറത്തേക്ക് കാണുന്നില്ല. ഒരു അവയവം പോലും, ഒരു കണ്ണ് പോലും പുറത്തേക്ക് കാണുന്നില്ല. കണ്ണ് പോലും പുറത്തേക്ക് കാണുന്നില്ല. കണ്ണ് പോലും എങ്ങനെയാ പെണ്ണ് നോക്കുന്നതെന്ന് പോലും അറിയില്ല. അതാ നിലയ്ക്ക് ശരീരം മുഴുവനും കരിമ്പടം പുതച്ചുകൊണ്ട് നിൽക്കുകയാണ്. വളരെ ഭയചകിതമായ അന്തരീക്ഷത്തിൽ ഭീമത്സരമായ അവസ്ഥയിൽ തന്റെ പ്രിയപ്പെട്ട മകൻ ശത്രുവശം വന്നുകൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ച് മരണപ്പെട്ടു ഈ ലോകത്ത് നിന്ന് എന്നൊരു ഉമ്മ അറിഞ്ഞുപോലും ആ ഉമ്മ പതറുന്നില്ല, ചിതറുന്നില്ല. ആ ഉമ്മ അവിടെ തന്നെ അതേ നിൽപ്പ് തുടരുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ തന്നെ ആ ഉമ്മ നിൽക്കുകയാണ്. ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ ശരീരം മുഴുവനും കരിമ്പടം പുതച്ച് കണ്ണ് വരെ മൂടി പുതച്ചുകൊണ്ട് നിൽക്കുന്നതായ ഉമ്മയെ കണ്ടു സഹാബത്തെ കിറാം മുഴുവനും ആശ്ചര്യത്തോടു കൂടി അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുന്ന നിലയ്ക്ക് ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു, നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു ഈ ഭയചകിതമായ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു എന്നുള്ള വാർത്ത നിങ്ങളുടെ കർണപുടങ്ങളിൽ അരയൊലി കൊണ്ടിട്ട് പോലും, അവൻ ഷഹീദ എന്ന് പറഞ്ഞിട്ട് പോലും അവനെ ഒന്ന് കാണാൻ പോലും നിങ്ങളുടെ മുഖം മൂടിയൊന്നും മാറ്റുന്നില്ലല്ലോ, നിങ്ങളുടെ മുഖത്ത് നിന്ന് തുണിയൊന്നും മാറ്റുന്നില്ലല്ലോ. എവിടെ എന്റെ മകനെന്ന് ചോദിച്ചുകൊണ്ട് പോർക്കളത്തിലൂടെ അലമുറയിട്ടുകൊണ്ട് വാവിട്ടുകൊണ്ട് നിങ്ങൾ കരയുന്നില്ലല്ലോ, മാറത്തടിച്ചുകൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് നിലകൊള്ളുന്നില്ലല്ലോ. ഇത്രത്തോളം ഈമാനികമായ ആവേശം നിങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണ് ഉമ്മു ഖല്ലാദേ എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തിന് കൊടുക്കുന്ന ഉപദേശം, ആ പ്രിയപ്പെട്ട ഉമ്മ ലോകത്തോട് കൊടുക്കുന്നതായ ഉപദേശം, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഉമ്മമാരെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരെ, ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വരിഷ്ഠമായ ബിന്ദുക്കളെ കൊണ്ട് താലോലിക്കുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്യേണ്ട പദമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന പെണ്ണ് ലോകത്തോട് കൊടുക്കുന്ന ഉപദേശം, ഇദ്ഹബ വലദീ ഫലം യദ്ഹബ് ഹയാഇ. എന്റെ പ്രിയപ്പെട്ട മകൻ ഈ ഗോദയിൽ വെച്ച് മരണപ്പെട്ടാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളും നയങ്ങളും ഈ ലോകത്ത് നിലനിൽക്കണമെന്നുള്ള ഉറച്ചമായ വിശ്വാസം കൊണ്ട് പറഞ്ഞയച്ചതാണ് എന്റെ മകനെ, എന്റെ പ്രിയപ്പെട്ട 18 വയസ്സുള്ള യുവകോമളനായ മകനെ ഞാൻ പറഞ്ഞയച്ചതാണ്. അവൻ അല്ലാഹുവിന്റെ ദീനിൽ മരണപ്പെട്ടാലും അവനെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാലും വലം യദ്ഹബ് ഹയാഇ. ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്നവന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, എന്റെ ലജ്ജ പോയിട്ടില്ല, എന്റെ ലജ്ജ പോയിട്ടില്ല എന്ന് ആ ഉമ്മ ലോകത്തോട് പറയുകയാണ്. അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ റസൂല് ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടും ഹബീബായ നബി തങ്ങളുടെ തിരു അധ്യാപനങ്ങളിലൂടെയും വസ്ത്രം ധരിക്കണേ, അത് പൂർണ്ണമായി മറയ്ക്കണേ, അന്യരിൽ നിന്ന് മറയ്ക്കണേ എന്ന് പ്രവാചക പുങ്കവൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രവാചകന്റെ മുന്നിൽ വെച്ചുകൊണ്ട് അവിടെ തനിയായ വൃന്ദത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരിക്കലും തന്നെ എന്റെ ശരീരത്തിന്റെ ഒരു അവയവങ്ങൾ പോലും ആരും തന്നെ കാണില്ല, ദർശിക്കില്ല. അത്രത്തോളം സൂക്ഷ്മത ഭരിക്കാൻ എനിക്ക് കഴിഞ്ഞത് എന്റെ ലജ്ജയുടെ കാരണം കൊണ്ടാണെന്ന് ഉമ്മു ഖല്ലാദ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര കേൾക്കണോ? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ചാടി എണീറ്റിട്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ പറയുന്നു, യാ ഉമ്മ ഖല്ലാദ്, ഓ ഉമ്മ ഖല്ലാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകൻ പരിശുദ്ധമായ യുദ്ധത്തിന് വന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് ശഹീദായതിന്റെ പേരിൽ അവന് കിട്ടുന്നതായ കൂലി എന്തെന്നറിയുമോ? നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു ഉമ്മയായതുകൊണ്ട്, നിങ്ങൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്ന ഒരു ഉമ്മയായതുകൊണ്ട് ഇബ്നുകി അജ്റു ശഹീദൈ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൻ പരിശുദ്ധമായ ദീനിന് വേണ്ടി ആ ദീനിന്റേതായ വസ്തുക്കളെ, നിയമങ്ങളെ, ആദർശങ്ങളെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ട് സ്വന്തം ശരീരത്തെ ഈ ലോകത്ത് നിന്ന് വിട പറയിച്ചുവെങ്കിലും ഷഹീദിന്റെ പട്ടികയിലേക്ക് അവൻ ഉയർന്നുവെങ്കിൽ അവന് നാളെ പാരത്രിക ലോകത്ത് പടച്ചറപ്പിന്റെ ദർബാറിൽ സർവരും വിറങ്ങലിച്ചു നിൽക്കുന്ന കോടതിയിൽ അവന് അല്ലാഹു കൊടുക്കുന്ന കൂലി എന്തെന്നറിയുമോ? ഇബ്നുകി അജ്റു ശഹീദൈ, രണ്ട് ഷഹീദിന്റെ കൂലിയാണ്, രണ്ട് ഷഹീദിന്റെ കൂലിയാണ്, ഒരു ഷഹീദിന്റെ കൂലിയല്ല, ഒരു ഷഹീദിന്റെ കൂലിയല്ല. നിങ്ങളുടെ വസ്ത്രധാരണ രീതി കാരണമായിട്ട് നിങ്ങളുടെ മകന് നാം കൊടുക്കുന്നത് രണ്ട് ഷഹീദിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ വെല്ലുവിളിക്കുന്നു സഹോദര, ഞാൻ വെല്ലുവിളിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രധാരണ രീതി കാരണമായിട്ട് നമ്മുടെ മക്കൾക്കോ നമ്മളുടെ കുടുംബങ്ങൾക്കോ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു അടി മുന്നിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ ഉപകരിക്കുമോ അതോ ഇല്ലയോ? സ്വർഗത്തിലേക്ക് ഒരടി മുന്നേറാൻ നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാരുടെയും സഹോദരിമാരുടെയും വസ്ത്രധാരണ രീതി കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും? അതാ എനിക്ക് ചോദിക്കാറുള്ള ചോദ്യം. അതോ നരകത്തിലേക്കാണോ പോവുക? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട ഉമ്മു ഖല്ലാദ് എന്ന് പറയുന്ന സ്ത്രീയുടെ വസ്ത്രധാരണ രീതി കാരണമായിട്ട് തന്റെ പ്രിയപ്പെട്ട മകൻ ഗോദയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും, യുദ്ധത്തിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയെന്നറിഞ്ഞിട്ട് പോലും ആ ഉമ്മയുടെ ശരീരത്തിൽ നിന്നും ഒരു രൂപം പോലും, ഒരു രോമം പോലും പുറത്തേക്കാരും തന്നെ കാണാത്ത നിലയ്ക്കുള്ള വസ്ത്രധാരണ രീതി നടത്തിയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മയ്ക്ക് കൊടുക്കുന്ന ഓഫർ, നിങ്ങളുടെ മകന് നാളെ പാരത്രിക ലോകത്ത് പടച്ചറപ്പ് നൽകുന്നത് ഇബ്നുകി അജ്റു ശഹീദൈ, രണ്ട് ഷഹീദിന്റെ കൂലിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. വല്ലാത്തൊരു അധ്യാപനം എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, 60-70 വയസ്സ് മാത്രമുള്ള ജീവിതം. ഇതല്ലേ അമാർ ഉമ്മത്തി മാ ബൈന 60-70 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ലോകത്ത് നിന്ന് അസ്തമിക്കും. എന്തിനാ നമ്മൾ ഈ അണിഞ്ഞ വസ്ത്രം, എന്തിനാ മുഷിഞ്ഞ വസ്ത്രം, എന്തിനാണ് ഈ നഗ്നമായ ശരീരങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള വസ്ത്രം? ആരെ കാണിക്കാനായി മോഡൽ? ഏറ്റവും നല്ല മോഡലുകൾ പഠിപ്പിച്ച ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിലേക്കും അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരാകുന്ന ആയിഷ സിദ്ദീഖയും സൗദാ ബീവിയും ഒക്കെയുള്ള ജീവിതത്തിലേക്കും ദർശനങ്ങളിലേക്കും നമ്മൾ മടങ്ങി. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.